ഹായ് ഗൈസ്, വിനീതാണേ. അപ്പോൾ ഞാൻ 2-3 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. 2 ദിവസം മുന്നേ ഞാനൊരു കാർ സെയിലിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ നല്ലൊരു റെസ്പോണ്ടാണ് എനിക്ക് ഫേസ്ബുക്ക് വഴി ലഭിച്ചത്. അപ്പം നിങ്ങളെല്ലാവരും കാരണം എനിക്കത് നല്ല സന്തോഷമുണ്ട്. കാരണം നല്ല എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു അതിൽ. അപ്പം അത് സംബന്ധിച്ച് എൻ്റെ അടുത്ത് ഇൻബോക്സിൽ കുറച്ച് പേര് വസ്തു കച്ചവടവും പിന്നെ വണ്ടിയുടെ കച്ചവടമൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒന്നാമത് ആ പ്രൊഫഷൻ അല്ല. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് ആ വീഡിയോ ചെയ്തു കൊടുത്തതാണ്. പിന്നെ എന്നെക്കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു സഹായമാവുമെങ്കിൽ ഞാൻ ചെയ്തു തരാം, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് മലപ്പുറത്താണ്. ഞാൻ നാട്ടിൽ വരുമ്പോൾ മാത്രമേ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ അതിൽ പലരും പേയ്മെൻറ്റിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പേയ്മെൻ്റ് ഒന്നുമില്ല, അങ്ങനെ വലിയ ആളുകളൊന്നുമില്ല. നമ്മളിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ്, അല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ച് ചെയ്യുന്നതൊന്നുമല്ല. അപ്പോൾ നാട്ടിലുള്ള സമയങ്ങളിൽ ഞാൻ അവൈലബിൾ ആണെങ്കിൽ ഞാനത് ചെയ്തു തരാൻ കുഴപ്പമൊന്നുമില്ല. ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും പലരുടെ മനസ്സിൽ ചിന്തിക്കും, ഇതൊക്കെ നിനക്ക് ഇൻബോക്സിൽ തന്നെ പറഞ്ഞാൽ പോരായിരുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ കണ്ടന്റ് കിട്ടില്ലല്ലോ. അപ്പോൾ എനിക്കെന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഞാൻ ചിലരുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കോമഡി രീതിയിലുള്ള കമൻറ്റുകളാണ് ഞാൻ അധികം ചെയ്യാറുള്ളത്. എൻ്റെ അടുത്ത് എൻ്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞ് ചിലപ്പോൾ അവർക്ക് ഹർട്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്നവരോടാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റിക്കർ കമൻറ്റുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം. അതൊരു വലിയ ഉപയോഗമൊന്നുമില്ല. ഇടുന്ന ആൾക്ക് ഉപയോഗമില്ല, വാങ്ങുന്ന ആൾക്ക് ഉപയോഗമില്ല. അതുകൊണ്ടാണ് ഞാൻ തമാശ രൂപേണ പല കാര്യങ്ങളും പറയുന്നത്. മാമനോടൊന്നും തോന്നല്ലേ മക്കളെ. അപ്പോൾ നിങ്ങൾ തന്ന സപ്പോർട്ടാണ് എല്ലാം വിജയം. അപ്പം തുടർന്ന് സപ്പോർട്ടുകൾ ഉണ്ടാവണം. അപ്പോൾ ഇത്രേ പറയാവുള്ളൂ. ഓക്കെ, ബൈ. അയ്യോ, പോലെ ഒരു കാര്യം പറയാൻ മതി. പിന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ചെയ്യാൻ കേട്ടോ. എനിക്കങ്ങനെ ഏറ്റക്കുറച്ചിലൊന്നുമില്ല. ഞാൻ എന്ത് വാങ്ങും. ഇനിയിപ്പോൾ ചിലവാണെങ്കിലും കുഴപ്പമില്ല.